അമ്മ പാടിയ പാട്ടില് മോക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? അത് മോള് പാടിത്തരികയും വേണം എനിക്ക്. എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്. എത്ര പൂക്കാലം തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഓഫ് കോഴ്സ് അത് ലാൻഡ് മാർക്ക് സോങ് ആണ്. എപ്പോഴാണെങ്കിലും അത് ഞാൻ പാടാൻ മുതിരാറേയില്ല. അടുത്ത് പോലും വരില്ല എന്ന് നമുക്കറിയാം. പിന്നെ എനിക്ക് ഇപ്പോഴും ഞാൻ എത്രയോ വട്ടം ലൂപ്പ് ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്ക് അറിയാതെ ദേവി ഭഗവതി എന്ന് പറഞ്ഞൊരു ഡിവോഷണൽ ഒരു സോങ്. നമുക്ക് ഡിവോഷണൽ ഒരു ഫോർമാറ്റ് ഉണ്ട്. സാധാരണ നമ്മളിപ്പോൾ ഏത് മലയാളം ഡിവോഷണൽ കേട്ടാൽ നമുക്കറിയാം. സാറത് അറേഞ്ച് ചെയ്തേക്കുന്നതും സാറത് കമ്പോസ് ചെയ്ത രീതിയും ഭയങ്കര ഹിന്ദുസ്ഥാനി ഇൻഫ്ലുവൻസ് ഉള്ളവര് ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് കമ്പോസ് ചെയ്തതാണ്. ഇപ്പോഴും ഞാനത് ഇരുന്ന് കേൾക്കും, ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഇത് പാടാം, ഞാൻ ആ ഡിവോഷണൽ സോങ് പാടാം. ദേവി ഭഗവതി മായാരൂപിണി ജഗന്മയി ദേവി ശുഭകരി ലീലാകാരിണി ദയാമയി നീ സ്വരമന്ത്രവീണയിൽ മംഗളേ പ്രണവനാദമായുണർന്നുവോ ശ്രീദേവി ഭഗവതി മായാരൂപിണി ജഗന്മയി. ആഹാരം വേണം. പാടണം. പാടിത്തരാം. ഇത് സ്വാതിരുന്നാളിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു തില്ലാണ്. എല്ലാവർക്കും അറിയാം, കേട്ടാൽ അറിയാം. ഗീതധുനി കുതകധി നദ്രകിടതോ നാചിരഹ ഘോരിതാമിതം തൈ തിരകതം ഗീതധുനി കുതകധി നദ്രകിടതോ നാചിരഹ ഘോരിതാമിതം തൈരത്തെ തിരകതം ഗീതധുനി കുതകധി നദ്രകിടതോ നാചിരഹ ഘോരിതാമിതം തൈരത്തെ തിരകതം ഗീതധുനി കുതകധി ധുനി കുതകധി ധുനി കുതകധി. മതി. അപ്പൊ നമുക്ക് ആഹാരം കഴിക്കാം. ഇനി ദൈവം ഇത് കഴിച്ചിട്ട് വേണം ചേച്ചി എന്റെ അഭിപ്രായം പറയാം. പാചകം എന്ന് പറഞ്ഞാ ചേച്ചി എന്തോരം നല്ലതായിട്ട് പാചകം ചെയ്യും. ഇല്ലടോ, നന്നായിട്ട് പാചകം ചെയ്യും. മക്കളെല്ലാരും പറഞ്ഞാ മതി. എല്ലാവർക്കും അറിയാം ചേച്ചി നല്ലൊരു സ്പെഷ്യൽ. എന്നെ കണ്ടാൽ അറിയാന്നല്ലേ ഉദ്ദേശിക്കുന്നത്? ഉറപ്പല്ലേ? അതിൽ ഞാനും ഒട്ടും കുറവൊന്നുമില്ല. ചേച്ചി ശരിക്കും വെജിറ്റേറിയനിൽ ഏറ്റവും ബെസ്റ്റ് ഏതായിരിക്കും? അമ്മ വെജിറ്റബിൾ കറി അസലായിട്ട് ഉണ്ടാക്കുന്ന അമ്മയുടെ നാട്ടിലൊരു പൊടിക്കൈ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ പാവങ്ങളല്ലേ, ഞങ്ങൾ കുറച്ച് പ്രേക്ഷകർക്ക് കറി ഇല്ലാതെ വിഷമിക്കുന്നു. ഒന്നും ഇല്ലെങ്കിൽ അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചു പറയും. എന്നുവെച്ചാൽ പുറത്ത് എവിടെയെങ്കിലും നിൽക്കുമ്പോഴത്തേക്കും ചാരു തേങ്ങാപ്പാൽ മേടിച്ചിട്ട് വരുമെന്ന് പറയും. അത്രേ എനിക്ക് അറിയത്തുള്ളൂ. ബാക്കി അങ്ങനെയല്ല, ഉള്ള വെജിറ്റബിൾസ് സാധനം എന്തെങ്കിലും ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ ഉള്ളി, ഗ്രീൻ പീസ് സാധാരണ എല്ലാവരും ഉണ്ടാക്കുക തന്നെയാണ്. ഇനിയിപ്പോ ഞാനും ഒരു അസൽ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് അടിപൊളി. അടിപൊളി. ചേച്ചി ഉദ്ദേശിച്ച സാധനം തന്നെയാണോ? അത് തന്നെയാ. ഇനിയിപ്പോ ധൈര്യമായിട്ടിരിക്കാലോ. അടിപൊളി. അപ്പൊ നമ്മളിത് കഴിച്ചിട്ടേ മാറാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു എനിക്ക്. സന്തോഷമേ ഉള്ളൂ ചേച്ചി. ഞാൻ ഇനി ചപ്പാത്തി കൂടെ കൂട്ടി. അതെ അതെ. ടു സ്പൈസി അല്ലല്ലോ? ഇല്ല, വളരെ കറക്റ്റ്. അതാ എനിക്കും ഈ പറഞ്ഞ പോലെ മോളെ ഒരുപാട് സ്പൈസ് ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് ആ കറിയുടെ സ്വാദ് മനസ്സിലാക്കാൻ ഒക്കെയല്ല. നമ്മളിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നല്ലാതെ ഒന്നും അതിന്റെ ആ ടേസ്റ്റ് മനസ്സിലാവും. അപ്പൊ എപ്പോഴും ഞാനും പറയുന്നത് ഉപ്പും പുളി എരിവും ഇച്ചിരി കുറഞ്ഞിരുന്നാലല്ലേ നമുക്ക് അത് കഴിക്കാൻ പറ്റും ആസ്വദിച്ച്. മറ്റത് ഒക്കുകയല്ല. ഏറ്റവും വെച്ചാൽ ഓരോ ആ വെജിറ്റബിൾസിന്റെ ക്വാളിറ്റിയെ പോകും. നമ്മൾ ചുമ്മാ ഈ മസാലയുടെ ഇത് മാത്രമേ മുമ്പിൽ നിൽക്കും. കറക്റ്റാ. പിന്നെ ഏറ്റവും രസം നോൺ വെജ് ഒരുപാട് ഉണ്ടാക്കുന്ന ഒരാൾ ഇത് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് ഡബിൾ കൺഗ്രാജുലേഷൻ. താങ്ക് യു. അല്ല, പലർക്കുമേ ഈ നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ അവർ വെജ് ഞങ്ങൾക്ക്
അത്രയ്ക്ക് അറിയില്ല എന്ന് പറയും ഉണ്ടാക്കാൻ. മാത്രമല്ല വെജിന് ടേസ്റ്റ് ഇല്ലെന്ന് പറയാം എൻ്റെ അടുത്ത് എത്രയോ ഫ്രണ്ട്സ്. എനിക്ക് നോൺ വെജ് കഴിച്ച് അറിയില്ല, പക്ഷേ വെജിന് ടേസ്റ്റ് ഇല്ല, വെജിൽ എന്തുണ്ട് എന്ന് ചോദിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് പുറത്തുണ്ട്, സ്വീഡനിലുള്ള. ഞങ്ങളെല്ലാവരും കൂടുതലും വീഗൻസ് ആണ്, വെജിറ്റേറിയൻസ് പോലും അല്ല. അവർ മിൽക്ക് പ്രോഡക്ട്സ് പോലും കഴിക്കില്ല, പനീർ അങ്ങനെ ഒന്നുമില്ല. ചീസില്ല, പുറത്തായതുകൊണ്ട്. പിന്നെ ചീസ് എന്ന് വെച്ചാൽ ചീസ് ബട്ടർ എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഫുഡിൻ്റെ ഒരു മെയിൻ ഐറ്റമാണ്. അതിന് പകരം അതൊന്നും അവോയ്ഡ് ചെയ്തിട്ട് ചീസ് ബാക്കി ഇപ്പോൾ മറ്റേ സോയ് ചീസ് കിട്ടും, കോക്കനട്ട് ചീസ് കിട്ടും, അതുപോലത്തെ പല കാര്യങ്ങളും കിട്ടും. അതൊക്കെ വെച്ചാൽ അവർ കഴിക്കുന്നത്. അപ്പോൾ ബട്ടർ ഇല്ല, പകരം മാർജറിനോ മറ്റേ സൺഫ്ലവർ ഓയിലിന്റെ ബട്ടറൊക്കെ കാണും, അതൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കേ, അപ്പോൾ നോ പനീർ, നോ ടോഫു, നത്തിങ് ലൈക്ക് ദാറ്റ്. ടോഫു യെസ്, സോയ അല്ലേ, മിൽക്ക് പ്രോഡക്റ്റ് അല്ല. അതെ, മീൻസ് മറ്റേ ഡയറി പ്രോഡക്റ്റ് അല്ല. ഡയറി എല്ലാ പ്രോഡക്ട്സും അവോയ്ഡ് ചെയ്യും വീഗൻ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവര് വെജിറ്റേറിയൻസും വീഗൻസും ആയിട്ട് പിന്നീട് അവർക്ക് മീറ്റിന്റെ സ്മെല്ല് പോലും പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ ചിലപ്പോൾ പലരും നമ്മുടെ ഇതിൽ വ്രതമൊക്കെ എടുക്കുന്നവരെ കുറെ നാള് പിന്നെ ഇതൊക്കെ നോൺ വെജ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കഴിക്കാൻ ഇത്രയും കാലം കണ്ടതില് നോൺ വെജ് ഇപ്പം വ്രതമൊക്കെ എടുക്കുന്ന സമയത്ത് നോൺ വെജ് കാണത്തില്ല എന്ന് പറഞ്ഞുള്ള മനസ്സിൽ ഞാൻ കണ്ടിട്ടില്ല. വ്രതം ഒന്ന് തീർന്നിട്ട് വേണമെന്ന് കഴിക്കാൻ എന്ന രീതിയിൽ പോകുന്നവരെ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളൂ. ഇന്ന് 5 ആയുള്ളൂ, ഇനി കിടക്കുന്ന ഇത്രയും ദിവസം, അങ്ങനെ പോകുന്നവരെയാണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത്. അല്ലാതെ ചേച്ചി പറഞ്ഞ പോലെ കുറെ പേര് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചാരുവിന്റെ ഒരു ഫ്രണ്ട്, ചാരുവിന്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ല, പറഞ്ഞ ശേഷം അവരുടെ വീട്ടിലൊക്കെ വെക്കും. പിന്നെ അവളെ ആ കുട്ടി കഴിക്കില്ല. ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്വയം പറയുന്നത്, ഇപ്പം ഞാനൊരു ബ്രാഹ്മൺ ആയതുകൊണ്ടോ ഹിന്ദു ആയതുകൊണ്ടോ അവോയ്ഡ് ചെയ്യുന്നതല്ല. എനിക്ക് എത്തിക്കൽ റീസൺസ് ഉണ്ട്. ആൻഡ് ഇതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ദൂഷ്യങ്ങൾ ഞാനും അനിയനും എപ്പോഴും വായിച്ചറിയാറുണ്ട്. പറഞ്ഞ മോളെ ഞങ്ങളും കൂടെ ഒന്ന് അറിയട്ടെ അതിനെ പറ്റിയൊക്കെ. എൻവയോൺമെന്റിൽ ഏറ്റവും കൂടുതൽ ഹസാർഡ് ഉണ്ടാക്കുന്നതാണ് കാറ്റിൽ ഹസ്ബൻഡറി, ഫുൾ ആ ഒരു സെക്ഷൻ മൊത്തം. കാരണം ഏറ്റവും കൂടുതൽ വാട്ടർ കൺസംഷൻ വരുന്നത് കാറ്റിൽ റേസിംഗിനാണ്. അതുപോലെ ഏറ്റവും വേസ്റ്റ് ഉണ്ടാക്കുന്നതും അതാണ്. പിന്നെ ഇവരിന് കുത്തിവെക്കുന്ന ഹോർമോൺസ്, ശരിക്കും പറഞ്ഞാൽ പശുവിന്റെ പാല് കറക്കാൻ വേണ്ടിയിട്ട് പശുവിനെ ഇംപ്രഗ്നേറ്റ് ചെയ്യാണ്, അതിന്റെ താല്പര്യം പോലും ഇല്ലാതെ. അപ്പൊ അതിന്റെ കുട്ടിയെ പുറത്തെടുക്കുന്നതും ഇതുപോലെ എന്ന് വെച്ചാൽ എല്ലാം ഫോഴ്സ്ഡ്. ഇറ്റ്സ് നോട്ട് എ നാച്ചുറൽ പ്രോസസ്, ഒരിക്കലും അല്ല. ഒരു ഹാപ്പി കൗസ് മിൽക്കാ കുടിക്കുന്നത് നമുക്ക് ഒരിക്കലും അഷ്യൂർ ചെയ്ത് പറയാൻ പറ്റത്തില്ല. അനിയന് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ശരിക്കും ഒരു ഫാമിൽ നിന്നാണ് പാല് മേടിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ അഷ്യൂർഡ് ആയിട്ട് അറിയാം ദാറ്റ് അവിടെ തിങ്സ് ആർ ടേക്കൻ കെയർ ഓഫ് ഇറ്റ്. അപ്പം അങ്ങനെ മിൽക്ക് പ്രോഡക്ട്സ് ഇപ്പോൾ ഓർഗാനിക് അല്ലെങ്കിൽ എക്കോളജിക്കൽ ബയോഡൈനാമിക് മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടെന്ന് വെച്ചാൽ ഇത് ആരെയും ഉപദ്രവിച്ച് കഴിക്കുന്ന ഒരു ഭക്ഷണമല്ല. അത്രയേ ഉള്ളൂ. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, ഒന്നിന്റെ വിഷമവും ശാപവും നമ്മുടെ കഴിക്കണ്ടല്ലോ. ഒരു എനർജി ലെവലിൽ ഭയങ്കര വ്യത്യാസമാണ് അത്. സത്യം. ഇത് ചിലപ്പോ ഉള്ളിന്റെ ഉള്ളിൽ ചിലർക്കൊക്കെ തട്ടിന്നിരിക്കും. എനിക്ക് ചെറുതായിട്ട് എവിടെയോ തട്ടി, ചിലപ്പോൾ 5 മിനിറ്റ് മാഞ്ഞു പോയെന്നിരിക്കും. അതും പറയാൻ പറ്റത്തില്ല. അതാ ശരിക്കും നമ്മൾ അത്രയും ഡീപ്പായിട്ടൊന്നും നമ്മൾ തിങ്ക് ചെയ്യുന്നില്ല. ഇതേപോലെ മോളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലും ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ടോക്ക് വരാറുണ്ട്? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് അമ്മു എന്നാ പേര്, പുള്ളിക്കാരി മാറിയത് ശരിക്കും ഞാൻ മാത്രം ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടല്ല. അവൾ വേർജ് ഓഫ് ചേഞ്ചിലുള്ളപ്പോഴത്തേക്ക് ഞങ്ങൾ ഇതിനെക്കുറിച്ച് കുറേ ഡിസ്കസ് ചെയ്യും, ഇതിൻ്റെ ആർട്ടിക്കിൾസ് കുറേ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ എന്നാ ചേച്ചി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മാറിയത്. പിന്നെ അവൾ കഴിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ. പക്ഷേ ഞാൻ പോലും വീഗൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കണ്ടത് പുറത്ത് പോയ ശേഷമാണ്. അപ്പോഴാണ് ഞാനും ഇത് അറിയുന്നത്. അപ്പം എൻ്റെ എത്രയോ ഫ്രണ്ട്സ് ഞാൻ അവിടെ പോകുമ്പോഴത്തേനും തന്നെ വീഗനാണ്. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഇങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവര് പക്ഷെ ഒരു കാര്യം വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയെമാര് തന്നെയാണ് ഇവരെ ഫ്രണ്ട്സൊക്കെ. ഭയങ്കര രസമാണ്. അവർ തന്നെ പ്ലേറ്റ് എല്ലാം കഴിയും, അവർ നമ്മുടെ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കും, അവർ കോഫി ഉണ്ടാക്കി കഴിക്കും. അവരൊരു ഗസ്റ്റിനെ പോലെ നിൽക്കുമ്പോഴും ഞങ്ങൾ ഫുഡ് മേടിക്കും. ലൈക്ക് എന്താ പറയാ, ഗ്രോസറി ഷോപ്പിൽ പോയി ഞങ്ങൾ തന്നെ മേടിക്കും, ഞങ്ങൾ തന്നെ കുക്ക് ചെയ്യും. അപ്പൊ അവരില്ലാന്നുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പോകും. ഇവിടെ പണ്ടത്തെ നാടൻ രീതി എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവരില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് താക്കോൽ വെച്ചിട്ടൊക്കെ പോകും. എൻ്റെ സെക്കൻഡ് ഹോം, എൻ്റെ സെക്കൻഡ് ഫാമിലി എന്ന് ഞാൻ പറയും. സ്വീഡനിൽ 2-3 ഫ്രണ്ട്സിൻ്റെ ഫാമിലീസൊക്കെ ഇപ്പോൾ ഒരു താക്കോൽ വെച്ചിട്ട് പോകും. ഞാൻ വിളിച്ച് പറയും ഞാൻ ഇന്ന ദിവസമാണ് വരുന്നതെന്ന്. അത് ഞങ്ങൾ ഇവിടെ ഇല്ല, താക്കോൽ എടുത്തോ അകത്ത് പോയിക്കോ, എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കിയോ, ഭക്ഷണം വെച്ചിട്ട് പോയിക്കോ, എന്താന്ന് വെച്ചാൽ ഈ പൊങ്കാല സമയത്തൊക്കെ 1-2 പേര് വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അവളുടെ ബർത്ത്ഡേ അന്നായിരുന്നു പൊങ്കാല. ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ. അപ്പൊ അവര് നമ്മുടെ ഈ ഒരു കൾച്ചറും ട്രഡീഷനും ഒക്കെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടം, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പൊങ്കാലയൊക്കെ അവരിങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഭയങ്കര എന്നുവെച്ചാൽ എപ്പോഴും എന്താ പറയാ, ഒരു നമുക്കൊരു ഫീമെയിലിന് സ്ട്രെങ്ത് ഇല്ല. ഫെമിനിസത്തിന്റെ ഒരു ടൈം അല്ലേ ശരിക്കും പറഞ്ഞ പൊങ്കാല. എന്താണ് വേറെ ഒരു രാജ്യത്തും ഇല്ലാത്തൊരു ഫെസ്റ്റിവലാണ്. സ്ത്രീകൾക്ക് വേണ്ടി ദേവി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ ഉള്ളൂ, പുറത്തൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു ഫീമെയിൽ എനർജി അല്ലെങ്കിൽ ഒരു ഫെമിനിൻ പവറിന് അത്രയും
വാല്യൂ കൊടുക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് അത്. അപ്പോൾ ആണുങ്ങളാണെങ്കിലും ശരിക്കും നമുക്കുള്ള ഹെൽപ്പാണ് അവർ ചെയ്തു തരുന്നത്. ഭക്ഷണം ഉണ്ടാക്കുവാണെങ്കിലും ഉച്ചത്തെ ഭക്ഷണം വീട്ടിലുണ്ടാക്കണ്ടല്ലോ, ഓരോ സമിതിക്കാരും സംഘക്കാരും ഒക്കെ ഉണ്ടാക്കുവാണ് അന്നത്തെ ദിവസം ഭക്ഷണമൊക്കെ. അപ്പോൾ വലിയൊരു എംപവർമെന്റിന്റെ അവർക്കത് അതിശയമായിരിക്കും അല്ലെ, ഇങ്ങനെയൊക്കെ അത് അതിനെ പറ്റി കൂടുതൽ പഠിക്കും. അത് ശരിയാ.